ഓൾ, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പം എങ്ങനെയാണെന്ന് എല്ലാവരുടെ പെരുന്നാളെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. എൻ്റെ പെരുന്നാളൊക്കെ ആയി തുറക്കണേ ഞാനിട്ട് മീലഞ്ചി കളഞ്ഞിട്ടാണ്. ഞാൻ തീരെ മീലഞ്ചിടാത്ത ആദ്യമായിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കൊള്ളായൊരു മീലഞ്ചി ഡിസൈൻസാണ്. ബാക്കിൽ ഉമ്മ ഇട്ടാണ്. ഉമ്മ നന്നായി മീലഞ്ചിട്ടായിരുന്നു. പിന്നെ കുറച്ച് ഉമ്മ ഇടാണ്ടായിട്ടോ ടച്ച് വിട്ടു. ഇപ്പം ഉമ്മക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഇട്ടൊക്കെ തപ്പിച്ച് കൊള്ളായി, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഡ്രസ്സ് മാറാൻ പോയി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നിസ്കരിക്കണം എന്നല്ലേ പറയുക. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി നിസ്കരിച്ചു. ഞാനും ഉമ്മയും കൂടിയിട്ടാണ് നിസ്കരിക്കുന്നത്. നമ്മൾ പിന്നെ ഒരുങ്ങി മാമിൻ്റെ വീട്ടിലേക്കാണ് പോയത്. മാമിൻ്റെ വീട് ഇവിടുന്ന് അടുത്ത് തന്നെ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പം ഞാനിങ്ങനെ മുമ്പായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ ഒരാൾ ലേസും വാങ്ങി വരുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നോക്കിക്കണ്ടേ, ഞാൻ വീഡിയോ എടുക്കുകയാണോ ഒന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വരാനാവും. അങ്ങനെ ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇങ്ങനെയുണ്ട് ഗൈസ്, രസമുണ്ടോ? നിങ്ങളൊക്കെ ഈദ് ഔട്ട്ഫിറ്റ് എന്താ പറയുന്നതൊക്കെ കമൻറ്റിൽ പറയണേ. പിന്നെ മാമിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചധികം ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മന്തിയൊക്കെ ഉണ്ടാക്കണം. ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാളായിട്ട് മന്തി, എന്നിട്ട് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന മന്തി നല്ല ഇഷ്ടമായിക്ക്. മാത്രമല്ല ഞങ്ങളെല്ലാവരും മന്തി ഫാനാണ്. നല്ല പെരുപ്പിന് മന്തിയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ എന്താ ഉണ്ടാക്കിയെന്നൊക്കെ കമൻറ്റിൽ പറയണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് മുമ്പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ച ആളിവിടെ ഫോണിൽ നോക്കി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മുമ്പാടത്തു നിന്ന് ചെറിയ ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ നല്ല അടിപൊളി പുഡിങ്ങൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. മാംഗോ പുഡിങ്ങാണ്, അതിൻ്റെ റെസിപ്പിയാണ് ഈ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടാം. പിന്നെ ഞാനൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമനും ഉണ്ണികളും മാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും മാമിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയത്. നേരത്തെ കാണിച്ചു തന്നില്ലേ, അവിടേക്ക് തന്നെ പോയേ. പിന്നെ കയറി അവിടെ മിറർ കണ്ടതിലൊക്കെ ഒരു വീഡിയോ എടുത്തു. എവിടെ മിറർ കണ്ടാലും ഞങ്ങളിവിടെ ഉണ്ടാവും. ഇതാണ് എൻ്റെ കസിൻ. ഞങ്ങളാണ് എപ്പോഴും ഭയങ്കര കമ്പനി, എല്ലായിടത്തും പോലും ഞങ്ങൾ ഒരുമിച്ച്. അങ്ങനെ പിന്നെ ഇത് നേരത്തെ കണ്ട കസിൻ്റെ ഉപ്പയാണ്, പക്ഷേ മാമൻ്റെ സ്ഥാനമാണ്. പക്ഷേ ഞാൻ പപ്പ എന്ന് വിളിക്കാൻ, ഞങ്ങൾ ചെറുപ്പം മുതൽ അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെയാണ് വിളിക്കുക. പിന്നെ അവളെ ലഡും അലുവൊക്കെ കൊടുന്നു, പപ്പാക്ക് കഴിച്ചു. പിന്നെ
പിന്നെ മാമിനോടുള്ള ഈ ക്ലോക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ക്ലിപ്പൊന്ന് ആഡ് ചെയ്തു. പക്ഷേ കണ്ടില്ലാത്തതുകൊണ്ട് വിളിച്ചൊന്നും അധികമില്ല. പിന്നെ ഞാൻ പുറത്ത് പോയി നിൽക്കുമ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ്. അതിൻ്റെ ഇടയിൽ മാമിയോടെ പാത്രമൊക്കെ വെച്ചിട്ട് നിൽക്കാനും നോർമലായിട്ട്. പിന്നെ കുറച്ച് നേരം ഇപ്പോൾ ഒരാൾ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വന്നിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെ ഇവിടെ റേഡിയോ ഉണ്ട്, ഇതും നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ ക്ലിപ്പ് ഞാനൊന്ന് ആഡ് ചെയ്തു. നമ്മൾ പിന്നെ സംസാരിച്ച് എന്നിട്ട് ഇരുട്ടായതായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഇറങ്ങി. ഭംഗിയുള്ള മേഘങ്ങൾ കണ്ടാലും പിന്നെ എന്തൊക്കെ കണ്ടാലും പിന്നെ മാമിൻ്റെ വീട്ടിൽ പോയിട്ടും ഒക്കെ വീഡിയോ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. മാമൻ്റെ ചെറിയ ഉണ്ണിയുണ്ട്. അപ്പോൾ ഓരും ഇങ്ങനെ വീഡിയോ എടുക്കുക, ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴ പെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ആഡ് ചെയ്താണ്. പെരുന്നാളായിട്ട് നല്ല അസൽ മഴ പെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തൊക്കെ എത്തി. അപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു മിററിൽ വീണ്ടും ഒരു മിറർ വീഡിയോ എടുത്ത് എനിക്ക് തന്നെ പണി മിറർ കണ്ട. പിന്നെ രാത്രി ഫുഡൊക്കെ നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയായിരുന്നു. ഉമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ സാലഡും ചിക്കൻ പൊരിച്ചതും പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ചമ്മന്തി അടിപൊളി സുഖമാണ്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും വിശേഷങ്ങൾ കമൻറ്റിൽ പറയണേ.